നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് കിടിലൻ ഫീച്ചർ എത്തിയിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൽ വന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റാണ് കാണിച്ചിരുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് സെറ്റിങ്സിൻ്റെ ഐക്കൺ ഏറ്റവും മുകളിൽ ഇവിടെ വലതു ഭാഗത്താണ് കണ്ടിരുന്നത്. ഈ ഒരു 3 ഡോട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സെറ്റിങ്സ് കിട്ടുക. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് 3 ഡോട്ട് കാണുന്നത്. ഏറ്റവും മുകളിലോട്ട് നോക്കുക, വലതു ഭാഗത്ത് അവസാനം കണ്ടിരുന്ന 3 ഡോട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ പ്രൊഫൈലാണ് കാണുന്നത്. തൊട്ടടുത്താണ് 3 ഡോട്ട് ഉള്ളത്. ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെറ്റിങ്സ് കാണുന്നില്ല. പല ആളുകളും വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി സെറ്റിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, വാട്സപ്പിൻ്റെ സെറ്റിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കാണുന്ന നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണും. ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട്, പ്രൈവസി, അതുപോലെ തന്നെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ, നമ്മുടെ സെറ്റിങ്സിനകത്തുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടുക. നേരത്തെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണുന്ന ഈ അവസാനത്തിൽ കാണുന്ന പ്രൊഫൈലിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സെറ്റിങ്സ് കിട്ടുക. കാരണം രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് വാട്സപ്പിൽ തോന്നുന്ന 2 ഫീച്ചറാണ് നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതിനകത്ത് വാട്സപ്പിൽ ആർക്കെങ്കിലും ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്ത് മെസ്സേജ് അയച്ച് ആ മെസ്സേജ് നമ്മൾ ഇതുപോലെ മെൻഷൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ മെൻഷൻ ചെയ്ത സമയത്ത് നമ്മൾ എത്ര പേര് മെൻഷൻ ചെയ്തു എന്ന് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ വാട്സപ്പിനകത്ത് ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് റീപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, പിന്നെ റീപ്ലൈ എന്ന് കാണാൻ സാധിക്കും. ഈ ബോക്സിനകത്ത് റീപ്ലൈ ആണ് കാണുന്നത്. ഇവിടെയും റീപ്ലൈ എന്ന് കാണാൻ സാധിക്കും. എത്ര പേര് ഇതിനകത്ത് റീപ്ലൈ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഞാനിവിടെ മറ്റൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് 8 റീപ്ലൈ എന്ന് കാണാൻ സാധിക്കും. ഇതിനകത്ത് 8 റീപ്ലൈ എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഒരു മെസ്സേജിക്ക്, ഇപ്പോൾ വാട്സപ്പിനകത്തുള്ള ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജിക്ക് എത്ര പേർ ഒരു മെസ്സേജിക്ക് റീപ്ലൈ അയച്ചു എന്നുള്ളത് നമ്മൾ സാധാരണ ഇതുപോലെ മെൻഷൻ ചെയ്ത് റീപ്ലൈ അയക്കാറുണ്ട്. ഈ റീപ്ലൈ അയക്കുന്നത് എത്ര പേര് ആ മെസ്സേജിക്ക് റീപ്ലൈ അയച്ചു എന്ന് നമുക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. ഇത് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ടാമത്തെ ഫീച്ചറാണ്. അപ്പോൾ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന 2 ഫീച്ചറാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.